മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി നടത്തിയ കന്യാസ്ത്രീക്കെതിരെ കേസെടുത്തു. ടീന ജോസ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനെതിരെയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. പിണറായി വിജയനെ ബോംബെറിഞ്ഞ് തീർത്ത് കളയണമെന്നായിരുന്നു ഭീഷണി. സമൂഹമാധ്യമത്തിൽ ലഹള സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് എഫ്ഐആർ. ആഷിൻ ഡിയാഗോ ഉണ്ട്. ആഷിൻ ഡിയാഗോ, ഇവര് 2020 സജീവ പ്രവർത്തകയാണ് എന്നാണ് ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞത്. ഈ ടീന ജോസ് എന്ന കന്യാസ്ത്രീ ഒരിക്കലും ഒരു കന്യാസ്ത്രീ എന്നല്ല, ഒരാളും പറയാൻ പാടില്ലാത്തതാണ് ആ ഫേസ്ബുക്കിൽ കുറിച്ചത്. അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ടിനെതിരെയാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ടീന ജോസിനെ തിരിച്ചറിഞ്ഞോ പോലീസ്? തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരാൾ പോസ്റ്റ് ഇട്ടിരുന്നത്. ഈ പോസ്റ്റിന് കീഴിൽ വന്നാണ് ഈ ടീന ജോസ് ഇത്തരത്തിൽ ഒരു കമന്റ് അതിൽ ഇട്ടിരുന്നത്. കമന്റിൽ പറയുന്നത്, ഈ സമയത്തെങ്കിലും ആരെങ്കിലും ബോംബെറിഞ്ഞ് മുഖ്യമന്ത്രിയെ തീർത്തു കളയണം എന്നുള്ളതായിരുന്നു ഈ കമന്റായി ഇവർ ഇട്ടിരുന്നത്. ഇതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്ന് സുപ്രീം കോടതി അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്രൻ DGPക്ക് ഇത് സംബന്ധിച്ച ഒരു പരാതി നൽകുകയാണ്. ഈ പരാതി ഇപ്പോൾ നിലവിൽ DGP സിറ്റി സൈബർ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ നിലവിൽ സിറ്റി സൈബർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ആഹ്വാനം ചെയ്തു, അതുപോലെ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ ലഹള സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും FIR-ൽ പറയുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 16 വർഷം മുമ്പ് തന്നെ ഇവരെ CMC നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ളതും ഈ CMC വിഭാഗം സന്യാസി സമൂഹത്തിന്റെ വിശദീകരണവും വന്നിട്ടുണ്ട്. എന്തായാലും ഒരു സന്യാസി, അതായത് ഇവർ അഭിഭാഷക കൂടിയാണ്, ഇത്തരത്തിലുള്ളൊരു ഇവരുടെ ഒരു കമന്റ് അത് തീർത്തും പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. മാത്രമല്ല, മിനിസ്റ്റർ അടക്കമുള്ളവർ, ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവർ 2020 ഒരു സജീവ പ്രവർത്തകയാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ടീന ജോസ് എന്നുള്ള FB പോസ്റ്റിനെതിരെയാണ്, ആ FB അക്കൗണ്ട് ഓണർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇത് ഇവർ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ മറ്റ് പോലീസിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി വിശദമായി കടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇവർക്കെതിരെ നടപടി ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അരുൺ. ഓക്കെ.